കമ്മലും ഇണ്ടയപ്പൻ കട്ടോണ്ട് പോയി ഇണ്ടമേന്റെ പ്രാണ്ടി കൂട്ടി കുടിച്ചു തീർന്നു. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ല ചെങ്കത്തിരു മുമ്പ് ചെന്നു കളി തുടങ്ങി. അങ്ങനെ ഇണ്ടമേന്റെ ചിമ്മിക്ക് കമ്മലും ഇണ്ടയപ്പൻ കട്ടോണ്ട് പോയി ഇണ്ടപ്പന്റെ പ്രാണ്ടി കുപ്പി കുടിച്ചു തീർന്നു. അങ്ങനെ പടച്ചോനെ ആ ചിഹ്നം മറന്ന മനസ്സാ. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കേരളത്തിൽ എത്ര എയർപോർട്ടുകൾ നമുക്കറിയാം. എയർപോർട്ട് നടന്നുള്ളൂ, പിന്നെ മാത്രം എത്തിനു പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ അങ്ങനല്ല, ഏതൊക്കെ എയർപോർട്ടിന് എത്തിനു പോകാം. അത് നമ്മളെ ഗൾഫിൽ വന്ന ഹൈജുവിന്റെ മകൻ പറഞ്ഞതിനോടെ ഇപ്പൊ എല്ലാ സ്ഥലത്തും നമുക്ക് അജ്ജിന് പോകാനുള്ള ഏർപ്പാടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ ഇപ്പൊ കുറെ സ്ഥലത്ത് നിന്ന് അജ്ജിന് പോകാൻ പറ്റുന്നേ? അതൊക്കെ നമ്മളെ മോദി ശരിയാക്കിക്കണം. കുറെ എയർപോർട്ടും കൊടുക്കുന്നു. പിന്നെ എത്ര മെഡിക്കൽ കോളേജ് ഉണ്ട്. പിന്നെ കൊണ്ടുപോകാനും കൊടുത്തിട്ട് മെഡിക്കൽ കോളേജ് കേരളത്തിലുണ്ട്. അങ്ങനെ ഒട്ടനവധി വികസനങ്ങൾ വാരി കോരി ചൊരിയാണ്. അത് കഴിഞ്ഞപ്പോ നമ്മളെ ഞാൻ ഉച്ചക്ക് നമ്മളെ പിന്നെ ലൈലാനോട് ചോദിച്ചു, ലൈല അന്ന് എന്താ ഉച്ചക്ക് ചോറിന് കറിയില്ലേ? ഈ പെണ്ണ് തെറ്റ ഒറ്റ പാട്ട അഞ്ഞോട് അയിലേ 10 റുപ്യക്ക് 4 അയിലേ നീ എന്റെ ഉച്ചക്കത്തെ കറിയല്ലേ. നമ്മളെ അയിലേ 10 റുപ്യക്ക് 4 അയിലേ നീ എന്റെ ഉച്ചക്കത്തെ കറിയല്ലേ. പിന്നെ നീ എന്റെ കൽവിനൊളിവല്ലേ. ഏതാണ് അപ്പൊ നമ്മൾ ആർക്കാ പോകേണ്ടത്? ഇന്നാലുള്ളൂ ആര് വരിക? മോദി വന്നാൽ നമുക്ക് എന്താ കിട്ടും? അതന്നെ. അപ്പൊ എല്ലാരും എന്ത് ചെയ്യണം? മോദിക്ക് വോട്ട് ചെയ്യണം. ഒരു കാര്യം മനസ്സിലാക്കാം. പിന്നെ ഇതിന്റെ മുന്നൊക്കെ പല ആളുകൾ ഇന്ത്യ മാറി മരിച്ചു. എങ്ങനെ മരിച്ചത്? എങ്ങോട്ട് പോലെ. അതായത് ഭരിച്ച് ഇറങ്ങ ഇതന്നെ ഓരോരുത്തർ പിന്നല്ലാതെ മാറി മരിച്ചു. ആലോചന മാത്രമല്ല, അന്ന് ഭരിച്ചു നോക്കുമ്പോ അന്ന് വിഷുവിന് പടക്കം പൊട്ടുന്നവരെ യുദ്ധങ്ങളുണ്ടായിരുന്നു. അവിടെ പൊട്ടുക, ഇവിടെ പൊട്ടുക, അവിടെ ഓലപ്പടക്കം, ഇവിടെ മാലപ്പടക്കം, ഇവിടെ പൂജിയിലെത്തി പല ബോംബ് സ്ഫോടനം നടത്തുക. കാരണം നമ്മള് ചൈന ആക്രമിക്കുക, ഇന്ത്യൻ ആക്രമിക്കൂല. കാരണം എന്താ? ഇവിടെ ഇരിക്കുന്ന മോദിയാണ്. ഇവിടെ പാകിസ്ഥാൻ ആക്രമിക്കൂല. എന്താ കാരണം? ഇവിടെ തലപ്പത്തിരിക്കുന്ന മോദിയാണ്. മോദി ഇല്ലാതെ കാര്യങ്ങളിൽ നടക്കൂല. അത് ആലോചിക്കണം. പിന്നെ കറൻസി ഇപ്പൊ നമ്മൾ വിദേശത്ത് പോകുന്ന ആലോചിച്ചു. അവിടെ പോയിട്ട് റിയാല് മാറ്റം അല്ലേ? പിന്നെ ഒക്കെ മാറ്റണ്ടേ? ഏത് പൈസ ഒക്കെ മാറ്റണ്ടേ? ഇതിപ്പോ അങ്ങനെ നമ്മൾ ഇന്ത്യൻ പൈസ കത്തിപ്പറ്റുന്ന പോയാൽ മതി. എവിടെ ചെന്നാലും നിലയും വരിക. പിന്നെ മറ്റേ ടാറ്റ മനസ്സിലായി. ഈ പറഞ്ഞ മനസ്സിലായി. ടാറ്റ എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ ഡിജിറ്റൽ ഇന്ത്യ. അതായത് 10 രൂപയുടെ ഒരൊറ്റ ജീപ്പ് ടാറ്റ. അതെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൂപ്പര ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞങ്ങൾ പെണ്ണുങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂപ്പര് ഒറ്റ പണി ചെയ്തിട്ടുണ്ട്. അതാണ് മുത്തലാഖിന്റെ സംഭവം. അത് തോന്നുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷപ്പെട്ട കാര്യമാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം മൂപ്പര് ചെയ്തത് ഈ മുത്തലാഖിനെ. ഞങ്ങള് പെണ്ണുങ്ങളൊക്കെ മൂപ്പരെ വാർത്ത. കാരണം ഈ പരിപാടി നടക്കൂല. നിങ്ങൾക്ക് ഞങ്ങളെ ആണുങ്ങൾ ആ പരിപാടി നടക്കൂല. അത് മൂപ്പര് നിർത്തലാക്കിയിരിക്കണു. ഇനി എന്തെങ്കിലും ഞങ്ങളോട് കളിച്ചാൽ വന്നാൽ നേരെ കണ്ട് പോകാൻ ജയിലിക്ക് അച്ഛനെ കുത്തിരിക്കാം. അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. പേര് പറഞ്ഞു ഓരോട് പറയണ്ട, ഇതിനെ പറ്റിയുള്ള പാട്ട് പാടുന്നത്. നിങ്ങളാ കളിയൊന്നും നടക്കൂല മനസ്സിലാ. ഞങ്ങൾ നോക്കി ആണുങ്ങൾ പെണ്ണുങ്ങൾ വർത്താൻ നോക്കി വർത്താൻ പറഞ്ഞോളൂ. നിങ്ങൾ വേറെ കട്ടകളൊക്കെ ഇന്ത്യയൊന്നും നടക്കൂല. അത് നമ്മൾ നടത്തൂല. മനസ്സിലാക്കിയാൽ റേഷൻ കാർഡൊക്കെ മൂപ്പര് നമ്മളെ വില വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾ പെണ്ണുകൾ തീരുമാനിച്ചു മൂപ്പക്കന്നെ വോട്ട് ചെയ്യാം, താമരക്കന്നെ വോട്ട് ചെയ്യുന്നു. നമ്മളെ ചിഹ്നം ഏതാണ് നമ്മളിന്ന് താമര. നമ്മളെ സ്ഥാനാർത്ഥി സലാം സാർ. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ? സലാം സാറിന് വോട്ട് ചെയ്യാ. നമ്മളെ ചിഹ്നം താമരേന്. താമര ഒരു ഫുഡാണല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യും, എന്റെ കുടുംബത്തിൽ പേരെന്താണെന്ന് ജബ്ബാർ. ചോനോട് പറയാം എന്താണോ ഓന്റെ കുടുംബത്തിൽ കുറച്ചൊന്ന് കൂട്ടപ്പരമുണ്ട്, കോളനി പരമുണ്ട്. അവിടെയൊക്കെ ചെന്നിട്ട് നമ്മളെ താമരൊക്കെ വോട്ട് ചെയ്യുമെന്ന് പറയുന്നു. അല്ലാതെ വരെയൊക്കെ പിന്നെ കാര്യം പറയല്ലേ പെണ്ണുങ്ങളോടാണ്. ഓരെന്ത് ചെയ്യാ? നമ്മളോട് അടുത്തുള്ള വോട്ടുകളൊക്കെ പറയും. പോയി പറയാം ഞമ്മക്ക് ഉപകാരം ചെയ്യുന്ന ആളാണ് ഇയാളെ. അപ്പൊ ഞങ്ങൾ എല്ലാവരും തമ്മിൽ പറഞ്ഞാണ്ട് വോട്ട് ശേഖരിക്കുക. ഇനി ഒരുപാട് പദ്ധതി സ്ത്രീകൾക്ക് വേണ്ടി മുമ്പിൽ കൊണ്ടുവരാണ്ട്. അത് കൊണ്ടുവരാൻ വേണ്ടി മുമ്പിൽ വിജയിപ്പിക്കൽ നമ്മളെ കൂടി ആവശ്യമാണ്. സാറല്ലേ 5 ലക്ഷത്തിന്റെ കാര്യം
5 ലക്ഷം നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയാലോ. 5 ലക്ഷം റുപ്യ നമുക്ക് ഇൻഷുറൻസിന്റെ പദ്ധതിയിലല്ലേ അതന്നെ പറഞ്ഞത്. ചികിത്സ സഹായം